എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചക്കക്കുരു കൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു വെറൈറ്റി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. സുഖിയൻ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചക്കക്കുരു സുഖിയനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 20 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. സാമാന്യം വലിപ്പമുള്ള ചക്കക്കുരുവാണിത് കേട്ടോ. ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ചക്കക്കുരു ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് വെച്ച് കൊടുത്തിട്ട് ഇടികല്ലിൻ്റെ ആ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് വെച്ച് ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ തൊലി ഒന്ന് ഇളക്കിയെടുക്കണം. ഒത്തിരി ശക്തിക്ക് ഇടിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. എന്നിട്ട് തൊലി ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ഇതേ രീതിയിൽ ബാക്കിയുള്ള ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. എല്ലാ ചക്കക്കുരുവിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു നല്ലതായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് സ്വല്പം ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് അതിന് വെയിറ്റ് ഇട്ട് കൊടുത്ത് 3-4 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചക്കക്കുരു നല്ലതായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട്. ഞാൻ നോക്കി ചക്കക്കുരുവൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റാം. ചക്കക്കുരു ഇതുപോലെ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ചക്കക്കുരു ഇതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് ഇച്ചിരി പാൻ ചെലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കര 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒന്ന് അരിച്ചെടുത്തതാണിത്. ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാം. ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 5 ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് ഈ സുഖിയന് ആവശ്യമായിട്ടുള്ള ഒരു മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പച്ചരി 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇത് അരച്ചെടുക്കണം. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 നുള്ള ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു കൊണ്ടുള്ള സ്റ്റഫിംഗ് ഉണ്ടല്ലോ അതൊന്ന് ഉരുട്ടിയെടുക്കുക. അത് നല്ലതായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ചെറുപയറും കൊണ്ട് സുഖിയൻ ഉണ്ടാക്കുമല്ലോ ആ വലുപ്പത്തിൽ ഇതും ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. 5 എണ്ണം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരിമാവിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. സ്റ്റവ് കത്തിച്ചൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
സാധാരണ സുഖിയൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇതും വറുത്തെടുക്കണം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സുഖിയനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.